എന്നിട്ടില്ല അൽ മുക്താദിർ എന്ന് പറയുന്ന ഒരു ജ്വല്ലറിക്കാരൻ ഹലാൽ ജ്വല്ലറി എന്ന രൂപത്തിൽ വലിയ രൂപത്തിൽ നമ്മുടെ നാട്ടിൽ ഒരു തട്ടിപ്പ് നടത്തി. ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുടെ പണം എങ്ങനെ തട്ടിച്ചും പറ്റിച്ചും എടുക്കാം എന്നാണ് അവൻ റിസർച്ച് ചെയ്തത്. അങ്ങനെ മുസ്ലിങ്ങളുടെ പണം കോടിക്കണക്കിന് പണവും വാങ്ങിച്ച അവൻ മുങ്ങി. എത്രയോ ഹാജിമാരെ ഹജ്ജിന് കൊണ്ടുപോയിട്ട് ഗൈഡായി ഏജന്റായി പ്രവർത്തിച്ചിട്ട് മക്കയിൽ കൊണ്ടുപോയി അവരെ ഉപേക്ഷിച്ച് പാസ്പോർട്ടുമായി മുങ്ങുന്ന ഏജന്റുമാരെയും മഹാപുരോഹിതന്മാരെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഇവർക്കൊക്കെ എന്തേ പരലോകത്തിൽ വിശ്വാസമില്ലേ? എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇവരെ കണ്ടില്ലെന്ന് നടിക്കുന്നത്? അവര് മുസ്ലിം ആയതുകൊണ്ടാണ്. ഒരു മുസ്ലിം ഒരിക്കലും മറ്റൊരു മുസ്ലിമിന്റെ ന്യൂനത പുറത്തു പറയാൻ പാടില്ല. ആ മുസ്ലിമിന്റെ ന്യൂനത നമ്മൾ മറച്ചു വെക്കണം, നമ്മൾ ഒളിപ്പിച്ചു വെക്കണം. ഇതാണ് ഇവര് മനസ്സിലാക്കുന്നത്. ഒരു തട്ടിപ്പ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. നമ്മുടെ മറുനാടനാണ് തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് 5-ാം ദിവസമാണ്. 10 ലക്ഷം രൂപയാണ് അനീറ്റയുടെ വിവാഹം കഴിഞ്ഞ് ആ സ്വർണം കൊണ്ട് കൊടുത്തത്. ഇവര് ഭയങ്കര ബെനിഫിറ്റ് ഒക്കെ തരുമെന്നാ പറഞ്ഞത്. പക്ഷെ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ജൂണിൽ കിട്ടേണ്ടതായിരുന്നു. ഏജന്റ് വിളിച്ച ഫോൺ എടുക്കത്തില്ല. അതുകൊണ്ട് എല്ലാവരും കൂട്ടായിട്ടാവുമ്പോൾ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് കരുതിയാ ഇവിടെ ഇരിക്കുന്നത്. പോലീസ് കേസെടുക്കുക വല്ല ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ പരാതി കൊടുക്കുക വല്ല ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ പരാതി കൊടുത്തിട്ടില്ല. വേറെ കൊടുത്തവരൊക്കെ ഒരുപാടുണ്ട്. ഞാൻ ഇതുവരെ പരാതി കൊടുത്തിട്ടില്ല. കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ്. ഞങ്ങൾ ഒന്നിച്ച് ലീഗലി പോയാലും എങ്ങനെ പോയാലും ഞങ്ങൾ ഒന്നിച്ച് തന്നെ എല്ലാവരും നീങ്ങത്തോളം. ഗ്രൂപ്പ് ഒന്നിച്ച് തന്നെ നിൽക്കും അവസാനം വരെ. ഞങ്ങൾ ഇതിന് പോരാടാൻ തന്നെ നിൽക്കുകയാണ്. ഞങ്ങൾക്കല്ലാതെ വേറെ മാർഗ്ഗമില്ല. ഞങ്ങൾ ഇവിടെ എത്ര ദിവസം കൊണ്ട് ഇവിടെ 5-ാമത്തെയോ 6-ാമത്തെ ദിവസമാണ് ഞങ്ങളിപ്പോൾ. വീടും കൂടും കുഞ്ഞുങ്ങളെയൊക്കെ കളഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് വേറെ മാർഗ്ഗമില്ല. ഇദ്ദേഹം ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി ഞങ്ങളെ വിടുക എന്നുള്ളതേ ഉള്ളൂ. ഞങ്ങൾക്ക് വേറെ മാർഗ്ഗമില്ല. ഞാൻ നമ്മുടെ അവരുടെ ഈ എഗ്രിമെന്റിൽ അൽ മുക്താദിർ എന്ന പേരില് കോടിക്കണക്കിന് രൂപ ഒരുപാട് പാവങ്ങളിൽ നിന്നും കല്യാണത്തിന് വെച്ചിരുന്നത്, ക്യാൻസർ പേഷ്യന്റിന്റെ ചികിത്സയ്ക്ക് വെച്ചിരുന്നത്, വീട് വയ്ക്കാൻ, മക്കളെ കെട്ടിക്കാൻ, അങ്ങനെ പല രൂപത്തിലും സ്വരൂപിച്ചിരുന്ന പണമെല്ലാം കൊണ്ട് ഹലാൽ തട്ടിപ്പുകാരൻ മുങ്ങി. അതിനു മുമ്പ് ഒരു ദിവസം 3 ജ്വല്ലറികൾ എന്ന രൂപത്തിൽ അവൻ ഇവിടെ ഹലാൽ ജ്വല്ലറികൾ തുറന്നു. ഇവരുടെ കാലാവധി കഴിഞ്ഞപ്പോൾ, പണം ഇൻവെസ്റ്റ് ചെയ്ത കാലാവധി കഴിഞ്ഞപ്പോൾ സ്വർണമെടുക്കാനും പണമെടുക്കാനും ഒക്കെ കാറും ബാഗും ബന്ധുക്കളും ഒക്കെ ആയിട്ട് വന്നപ്പോൾ ജ്വല്ലറിയിൽ ഇവര് കൊടുത്ത പണത്തിന്റെ 10-ൽ-1 പോലും സ്വർണമില്ല. പണി സ്വർണത്തിൽ കിട്ടി, മലദ്വാർ ഗോൾഡിൽ പണി കിട്ടി. ഒരു നിയമം അവർ പറയുന്നുണ്ട്, നമുക്ക് എപ്പോൾ പിൻവലിക്കേണ്ട ആവശ്യം വന്നാലും നമുക്ക് പിൻവലിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു എഗ്രിമെന്റിൽ പറയുന്ന അനുസരിച്ചാണ് നമ്മളത് എൻ്റെ വീട് വാങ്ങുന്ന കുറച്ച് പൈസയായിരുന്നു അവിടെ ഞാൻ ഡിപ്പോസിറ്റ് ചെയ്യുമായിരുന്നു. അതിനുശേഷം അക്കൗണ്ട് ഫ്രീസും അവിടുത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്ന സമയത്ത് ഞാൻ ചെന്നത് പിൻവലിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. പറഞ്ഞപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു, അത് ഈ അക്കൗണ്ട് ഫ്രീസ് ആയത് കാരണം ഒരു 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് ഫ്രീസിങ് മാറും, അപ്പോഴത്തേക്കും നിങ്ങളുടെ ക്യാഷ് കറക്റ്റ് തരാം എന്ന് 100% ഒരുപാട് ആൾക്കാരുടെ സാക്ഷി നിർത്തിക്കൊണ്ട് പുള്ളി നാസർഹാദി എന്നോട്, ഞാനും എൻ്റെ കുടുംബവും കൂടെ ആയിരുന്നു പോരുന്നത്. അപ്പോൾ അങ്ങനെ തരാമെന്ന് ഉറപ്പ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളന്ന് എഴുതി തരാൻ പറഞ്ഞു. അങ്ങനെ പുള്ളി പിന്നെ ഒരു പേപ്പറിൽ കടയുടെ സീലും അദ്ദേഹത്തിന്റെ സൈനും ഒക്കെ വെച്ചിട്ട് പുള്ളി എഴുതി തന്നു. 2 മാസത്തിൽ ഒരു ദിവസം പോലും കഴിയത്തില്ല, തീർത്തും ആ പൈസ നിങ്ങൾക്ക് തിരിച്ചു തരുന്നതായിരിക്കും എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ പിരിഞ്ഞു പോരുന്നതായിരുന്നു. ഇപ്പോൾ 6-7 മാസമായി, ഇതുവരെയും ഒന്നും കിട്ടിയിട്ടില്ല. ഇപ്പം ഇതുവരെയും എന്നാലും പുള്ളിയോട് എനിക്കൊരു നല്ല രീതിയിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കാൻ ശ്രമിച്ചതും അങ്ങനെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം അടുപ്പിച്ച് ദിവസങ്ങളായിട്ട് പുള്ളി വിളിക്കും, പുള്ളി എടുക്കുന്നില്ല. വിഷയങ്ങൾ ഗുരുതരമായി. പിന്നെ അദ്ദേഹം പല കാര്യങ്ങളും അറിയാൻ കഴിയുന്നു. അദ്ദേഹം വലിയ പ്രശ്നങ്ങളുള്ള, അല്ലെങ്കിൽ ഇപ്പൊ ഈ കൂട്ടായ്മ വരുന്നതിൽ ഏറ്റവും വലിയ പ്രശ്നക്കാരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കൊടുത്ത് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അല്ലാത്തവരെ ഇങ്ങനെ കുറച്ച് നാൾ ഇവിടെ വന്ന് ഇങ്ങനെ പ്രക്ഷോഭമൊക്കെ ഉണ്ടാക്കി അങ്ങ് പോയിക്കോളും എന്ന ഒരു ചിന്താഗതി ആണ് ഇപ്പം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉദിച്ചു വന്നിരിക്കുന്നത്. അങ്ങനെ അറിയാൻ കഴിഞ്ഞു പുള്ളി എന്ത് ചെയ്യുന്നു, ഈ സമരത്തിലൊക്കെ നിൽക്കുന്ന മെയിനായിട്ടുള്ള ആൾക്കാരെ കയ്യിലെടുത്ത് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാം. ഈ അൽ മുക്താദിർ ഹലാൽ കാക്ക തട്ടിപ്പ് നടത്തി ലക്ഷങ്ങൾ പോയ ചില ആളുകൾ ഞാനുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പൊ അവര് പറഞ്ഞു, എന്റെ 20 ലക്ഷം പോയി, എന്റെ 15 ലക്ഷം പോയി, പുറത്ത് പറയാൻ തന്നെ നാണക്കേടാണ്, തെണ്ടിപ്പറക്കിപ്പിച്ചെടുത്ത പൈസയാണ്. അമിത മോഹം തോന്നിയിട്ട് കൊണ്ട് കൊടുത്തതല്ലേ, അമിത ലാഭം ആഗ്രഹിച്ചു കൊടുത്തതല്ലേ. ഉള്ളത് കൊണ്ട് ഓണം പോലെ ജീവിക്കാനല്ലല്ലോ, ഇല്ലാത്തത് കൊണ്ട് പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പോയതല്ലേ. അപ്പോൾ അനുഭവിക്കണമല്ലാതെ എന്താ വഴി? അതുകൊണ്ട് ഇവർക്ക് പുറത്ത് പറയാൻ പറ്റില്ല. എന്നിട്ട് അവർ പറയാണ്, ഞങ്ങൾ ഇന്ന ചാനലുകാരെ സമീപിച്ചു, അവര് പറഞ്ഞു സ്വന്തം കൗമാണ്, സ്വന്തം സമുദായ മുസ്ലിങ്ങളാണല്ലോ,
അതുകൊണ്ട് അതൊന്നും പുറത്ത് പറയണ്ട, തൽക്കാലം നിങ്ങൾ ക്ഷമിക്കേ, പടച്ചോനോട് പ്രാർത്ഥിക്കേ, എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകുമെന്ന്. എന്തായിരുന്നാലും സ്വന്തം സമുദായത്തിലെ ആളുകളുടെ തന്നെ അണ്ണാക്കിൽ എങ്ങനെ മറുപടി കൊടുക്കാമെന്ന് അൽ മുക്താദിർ ശരിക്കും പഠിപ്പിച്ചു. അയാൾ ആദ്യം തന്നെ പറഞ്ഞു, ഞമ്മന്റെ പണം മാത്രം മതി, മറ്റതൊക്കെ കാഫിറുകളുടെതൊക്കെ നമുക്ക് ഹറാമാണ് എന്ന് പറഞ്ഞ് ആദ്യം മുസ്ലിങ്ങളെ കയ്യിലെടുത്തു. അത് പ്യൂർ ഹലാലാണ്. അങ്ങനെ തുപ്പിയും തൂറിയും ഹലാലാക്കുന്നത് പോലെ തന്നെ മലദ്വാരത്തിനകത്തിട്ട് വലിച്ചെടുത്ത് ഹലാലാക്കി സ്വർണത്തിൽ മുക്കിയെടുക്കുന്നത് വാങ്ങാൻ വേണ്ടി ഓരോരുത്തരും പറമ്പും പുരയിടവും വിറ്റ് കടപ്പാടം വരെ വിറ്റ് പണം കൊണ്ടുപോയി അതിൽ നിക്ഷേപിച്ചു. അവസാനം പണി കിട്ടിയപ്പോൾ മോങ്ങല ഉള്ളവർ ഇങ്ങനെ ഇരിക്കട്ടെ എന്നുള്ള രീതിയിലാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് എന്തായാലും നമ്മൾ ഉദ്ദേശിച്ചേക്കുന്നത് ഈ അങ്ങനെയൊക്കെ ഒരു രീതിയിലേക്കൊക്കെ പോകാനാണ് ഉദ്ദേശിക്കുന്നത്. പുള്ളി അത് ഭയങ്കരമായ രീതിയിൽ നാറും. ഇപ്പൊ ഈ പ്രദേശത്ത് മാത്രമേ നാറിയിട്ടുള്ളൂ, മൊത്തത്തിൽ നാറും. അതിന് മൊത്തം ആകെ നാറിയിരിക്കുന്ന ഒരു പരനാറിക്കിനി എന്ത് നാറ്റം. അയാള് തട്ടിപ്പ് വീരനാണെന്നും മറ്റുള്ളവരുടേത് പറ്റിച്ച് കേരളത്തിൽ ഒരു ദിവസം 3-4 ജ്വല്ലറികൾ തുറന്ന് കോടാനുകോടി പണമുണ്ടാക്കി സുഖലോലുപതയിൽ വിദേശത്ത് പോയി ജീവിക്കുവാണ് അവൻ ഒരു പരനാറിയ. ഇനി അവൻ എന്തോ നാറാന. ഇപ്പൊ നമ്മുടെ ചാനലിലൂടെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുമല്ലേ, അവൻ എന്ത് നാറ്റ, ആകെ ഉങ്ങിയാ പിന്നെ എന്ത് കുളിര്. അതിനെ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. വലിയ വലിയ ഫ്ലെക്സ് ബോർഡുകൾ ഓരോ ടൗണുകളിലും വെക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. പുള്ളിയുടെ കള്ളത്തരം പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് ആ രീതിയിലുള്ള ചിന്താഗതി പുള്ളി വല്ലതും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് മണ്ടത്തരം മാത്രമാണ് എന്നുകൂടി ഞാനിപ്പോ ഇതിൽ പറയാം. അബ്ദുൽ നാസർ അൽഹാദിക്ക് നേരത്തെ ഈ കശുവണ്ടിയുടെ ഒക്കെ കച്ചവടമായിരുന്നു എന്നാണ് ഈ പ്രദേശവാസികളൊക്കെ പറഞ്ഞിരുന്നത്. ഈ കാണുന്ന ആഡംബര വീട് വെച്ചത് ഈ ഒരു ജ്വല്ലറിയുടെ ഗ്ലോബൽ മാനേജർ ആയതിനു ശേഷമാണ്. അതായത് ഈ പാവപ്പെട്ട വിശ്വാസികളുടെ ഒക്കെ കയ്യിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ വാങ്ങിയെടുത്ത് അതിന്റെ പകുതി ഇയാളുടെ പോക്കറ്റിലാക്കി ഈ കാണുന്ന ആഡംബര വീട് വെക്കുകയായിരുന്നു. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം, വലിയ വീടാണ്. മുകളിൽ ഫുള്ള് സോളാർ പാനലൊക്കെ വെച്ചിട്ടുണ്ട്. ഈ വീടിന്റെ പരിസരമൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ രീതിയിൽ പാവങ്ങളുടെ പണമൊക്കെ വാങ്ങിയെടുത്തതിന് ശേഷം നിർമ്മിച്ചൊരു വീടാണ് എന്നാണ് പറയുന്നത്. ഇത്രയും ചെറിയൊരു കച്ചവടക്കാരനായിരുന്ന ആള് ഇത്ര വേഗം ഒരു പണക്കാരനായത് എങ്ങനെയാണ് എന്നുള്ളൊരു ചോദ്യം നാട്ടുകാരൊക്കെ ഉന്നയിക്കുന്നുണ്ട്. അതിനൊക്കെ ഒറ്റ ഉത്തരമേ ഉള്ളൂ, ഈ വീടിന്റെ ഐശ്വര്യം അൽ മുക്താദിർ മുതലാളിയും ആ ജ്വല്ലറിയും ആണെന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. അൽ മുക്താദിർ മാത്രമല്ല, ഹലാൽ അള്ളാഹു ഇയാൾക്ക് ചില കുരുട്ട് ബുദ്ധികൾ കൊടുത്ത്, പടച്ചോൻ കൊടുക്കുന്നെങ്കിൽ അങ്ങനെയല്ലേ കൊടുക്കും. എങ്ങനെ പടച്ചോന്റെ നാമത്തിൽ കോടീശ്വരനാകാം. ഇത് തന്നെയല്ലേ നബിയും ചെയ്തത്. തന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ഒരു ഇടനിലക്കാരായ അള്ളാഹുവിനെ സ്ഥാപിച്ചു, സൃഷ്ടിച്ചെടുത്തു. ആ അള്ളാഹുവിനെ മുന്നിൽ നിർത്തി, അള്ളാഹു എനിക്ക് ദൈവിക വഴിപാട് തന്നതാണ്, വെളിപാട് തന്നതാണ്, ദൈവദൂതൻ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വളർത്തുമോന്റെ ഭാര്യയെ വരെ തട്ടിയെടുത്തിട്ട് എന്തുവാ പറഞ്ഞത്? അള്ളാഹുവിന്റെ വെളിപാടാണെന്നോ? ഇതൊക്കെ വിശ്വസിച്ചിട്ട് ആ പാവപ്പെട്ട സെയ്ദ് കരഞ്ഞ കരച്ചിലുണ്ടല്ലോ, അയ്യോ സഹിക്കാൻ വയ്യ. 1 വർഷമേ ആയിട്ടുണ്ടായിരുന്നുള്ളവരുടെ കല്യാണം കേട്ട് സുഖമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നതാ. സെയ്ദിന്റെ കഷ്ടകാലം എന്ന് പറയട്ടെ, നബി ഒരു ദിവസം വളർത്തുമോനെ നോക്കാൻ വേണ്ടി വീട്ടിൽ വന്നതാ. എന്ത് ചെയ്യാനാ, ഒരു കാറ്റ് സെയ്ദിന്റെ ജീവിതവും നബിയുടെ ജീവിതവും മാറ്റിമറിച്ചു. ഒരു കാറ്റില് സെയ്ദിന്റെ ഭാര്യയുടെ തുണിയൊന്ന് മാറി, ഒന്ന് ആടി. അപ്പോൾ ഏതോ ഒരു ഭാഗം ഒന്ന് കണ്ടുപോയി, നബി കണ്ടു. അപ്പോഴേക്ക് നബിക്ക് പിന്നീട് ആ പെണ്ണിനെ വേണമെന്ന് തന്നെ ഒരു നിർബന്ധമായി. അങ്ങനെ ആ കാറ്റാണ് സെയ്ദിന്റെ ജീവിതം ആട്ടിമൂട്ടി മാറ്റിമറിച്ചത്. ആ പടച്ചവനും നബിക്ക് വേണ്ടി പ്രവർത്തിച്ചു. ആ പടച്ചോൻ ഇപ്പോൾ അന്ന് പെണ്ണുപിടിയനായ നബിക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഇന്ന് കൊള്ളക്കാരനായിട്ടുള്ള ഒരു അൽ മുക്താദിർ നാസർ ഹാജിക്ക് വേണ്ടി പ്രവർത്തിച്ചു. എപ്പോഴും ഇടനിലക്കാരൻ നല്ലതാണല്ലോ. പടച്ചോനെ അനുകരിക്കുന്ന ആളുകൾക്ക് എന്ത് സഹായം വേണമെങ്കിലും ചെയ്യുമെന്ന്